എല്ലാവർക്കും ആമീസ് കിച്ചൻ്റെ ഈദാശംസകൾ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയാണ്. ഇതുണ്ടാക്കാൻ ആകെ 15 മിനിറ്റേ മാക്സിമം എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരു ഓൾ ചിക്കനാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂണ് ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഓൾ ചിക്കനാണ്. ഇത് ഓൾ ചിക്കനെ പകുതിയാക്കിയിട്ട് മുറിച്ചിട്ട് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു മിനിമം 30 മിനിറ്റ് എന്നെങ്കിലും ഫ്രിഡ്ജിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇത് ക്രോക്ക് പോട്ടിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സാധാരണ കുക്കറിലോ അല്ലെങ്കിൽ സാധാരണ ബിരിയാണി പോട്ടിലോ ഒക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇത് ആദ്യം ഒന്ന് സോട്ട് ചെയ്തെടുക്കാനുണ്ട് കുറച്ച് സാധനങ്ങൾ. അതിന് വേണ്ടിയിട്ട് ബ്രൗൺ സോട്ടിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക, ഒരു 3 ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് ഓളായിട്ടുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൽ അധികം വെജിറ്റബിൾസ് അരിയാനോ ഒന്നുമില്ല. വളരെ ഈസിയാണ്. ഇത്ര മാത്രം, ആകെ വെളുത്തുള്ളി മാത്രമേ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ റോ കളർ മാറിയിട്ട് ഒരു കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിതിന്ന് എടുക്കണത്. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് തിരിച്ചിടാം നമുക്ക്. ഇപ്പം കുറച്ച് കളർ മാറിയിട്ടില്ലേ? ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. സോൾട്ടിൽ നിന്ന് മാറ്റിയിട്ട് റൈസിലേക്ക് ഇടാൻ പോവാണ്. നമ്മൾ ചിക്കന് ഒക്കെ ഓൾമോസ്റ്റ് അതിന് എടുക്കാനായിട്ടുണ്ട്. ഇനി റൈസ് ഇടാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് റൈസിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഈ ചിക്കനെ ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പം 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്. അതുകൊണ്ട് 4.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ വെള്ളത്തിലേക്ക് ചിക്കൻ ബ്രോത്ത് ഇടാണ്. ഇത് മാഗിൻ്റെ ഹലാൽ ചിക്കൻ ബ്രോത്താണ്. ഇതിൻ്റെ ഉള്ളിൽ 2 ടാബ്ലറ്റ്സ് ഉണ്ട്.
ഇതിന് അത്യാവശ്യം ഉപ്പും ഉണ്ട് ഇതിന്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴൊന്നും ഇതിട്ട് ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഇനി എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ 2 ക്യൂബും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ നല്ല ഫ്ലേവർ കിട്ടും റൈസിനൊക്കെ. നമ്മൾ ബസ്മതി റൈസിന് വെള്ളം എടുക്കുമ്പം 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ സോക്കൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കഴുകി ഊറ്റി വെച്ചതാണ്. ഇനി ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പം പാകത്തിനുള്ള ഉപ്പ് വേണം റൈസിന്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളത്തിന് ഉപ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. വെള്ളത്തിന് ഉപ്പ് പാകമാണെങ്കിൽ അത് റൈസിനും പാകമായിരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല തിള വരുന്നവരെ ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കന് 2 പീസും ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് അധികം മസാലയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഇതായതുകൊണ്ട് എല്ലാവർക്കും നല്ലോണം കഴിക്കാൻ പറ്റും. പിന്നെ ഇതുണ്ടാക്കാൻ തീരെ സമയം എടുക്കില്ല. നമുക്ക് എപ്പോഴും ഷടവടയെന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി ഇത് നമുക്ക് 12 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ക്രോക്ക് പോട്ടിൽ റൈസ് കുക്കിങ്ങിൻ്റെ ടൈം 12 മിനിറ്റാണ്. നമ്മൾ സാധാരണ കുക്കറിലാണെങ്കിൽ 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മളെ റൈസൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ചിക്കനും അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാൻ വേണമെങ്കിൽ ഞാനിപ്പോൾ കുറച്ചുകൂടിയും ആ ചിക്കന് കുറച്ചുകൂടി ഒന്ന് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് ചിക്കൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാണ്. ചിക്കൻ മാത്രം വേറൊരു പാനിലേക്ക് മാറ്റാം നമുക്ക്. ചിക്കന് കുറച്ചുകൂടി എരിവും പുളിയൊക്കെ വേണമെന്ന് തോന്നുന്നവർ ഇങ്ങനെ ചെയ്താൽ മതി. കുറച്ച് കളറും ആ ഒരു ഇപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് നിൽക്കല്ലേ, അപ്പം നമ്മൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കനെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഷാലോ ഫ്രൈ. ഇപ്പോൾ റൈസ് നന്നായിട്ട് കുക്കായി നല്ല സെറ്റപ്പായിട്ട് നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നല്ല അടിപൊളി മണമാണ് വരുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിൽ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈ ചിക്കൻ്റെ മേലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒരു നല്ല കളറും കിട്ടും. പിന്നെ കുറച്ച് എരിവും ഒക്കെ ആവശ്യമുള്ളവർക്ക് എരിവും കിട്ടും. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മറച്ചിട്ടിട്ട് അപ്പുറം ഭാഗത്തും തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് അപ്പുറം ഇപ്പുറം മറച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം ഫ്രൈ ചെയ്യൊന്നും വേണ്ട. നല്ലോണം കുക്കായ ചിക്കനാണ്. ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കാം.
ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഒരു വലിയൊരു പാത്രത്തിലേക്ക് ആദ്യം റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ്റെ പീസ് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ പണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മന്തിൻ്റെയും കപ്സിൻ്റെയും കൂടെയൊക്കെ കഴിക്കാനുള്ള ഒരു ടൊമാറ്റോ ചട്നി അതും കൂടി എടുത്തിട്ട് അത് 1 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണത്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് കഴിക്കാം. വളരെ ഈസി ആയിട്ട് അടിപൊളി ഒരു മന്തി നമ്മൾ റെഡിയാക്കി. ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.